അങ്ങനെ രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പം ഇതായിരുന്നു എൻ്റെ കറക്റ്റ് റിയാക്ഷൻ. എൻ്റെ ഗ്രാജുവേഷൻ ഡേ അടുത്ത് വരെയാണ്, അതുകൊണ്ടായിരിക്കും കൺകുരു മുഖക്കുരു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ക്ഷണിക്കാതെ പറഞ്ഞത്. പിന്നെ അതൊന്നും മൈൻഡാക്കാതെ ഇന്ന് ഏത് ഡ്രസ്സ് ഇടുമെന്ന് പറഞ്ഞ വലിയ കൺഫ്യൂഷനിൽ ചെന്ന് അലമാര നോക്കിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഡ്രസ്സൊന്നുമില്ല. അങ്ങനെ എൻ്റെ ആകെയുള്ള ഷോർട്ട് കുർത്തി ഇന്നിടാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല, പിന്നെ ഇനിയുണ്ട്. അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ലൈക്ക് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. പിന്നെ ഇന്ന് കണ്ണെഴുതാൻ പറ്റില്ല, കാരണം മഹീന്ദ്രനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് കണ്ണെഴുതിയാൽ ശരിയാവില്ല. അങ്ങനെ ഒരു പൊട്ടും തൊട്ട് എൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കി. പിന്നെ ലാസ്റ്റ് വീക്ക് വന്നിട്ട് ഞാൻ മുടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലെയേഴ്സാണ് കട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം ആയെന്ന് തോന്നുന്നു ഞാൻ ലെയേഴ്സൊക്കെ വെട്ടിയിട്ട്. എപ്പോഴും ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയാണ് മുടി വെട്ടാറ് ഇപ്പം കുറേ നാളായിട്ട്. അങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് പോണത് കൊണ്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ഒരു ലെയേഴ്സൊക്കെ വെട്ടിയിട്ട്. ഇപ്പോഴും വന്നിട്ട് കുറച്ചിലൊന്നുമില്ല മുടിക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അമ്മേനെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബണ്ണായിരുന്നു. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ദോശ വേണോ ബണ്ണ് വേണോ എന്ന്. പിന്നെ ടൈമില്ല, സോ നമ്മൾ ബണ്ണ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് അവിടെ നിന്ന് വായി നോക്കി നിൽക്കുകയായിരുന്നു. ലൈക്ക് നമ്മുടെ മാനേജേഴ്സൊക്കെ ഇതിൽ കൂടെ പോകണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നൊക്കെ നമുക്ക് അവിടെ നിന്നേ കിട്ടും. അങ്ങനെ ബസ്സിൽ കയറിയതായത് തിരിച്ചു വരുന്ന സീനാണ്. തിരിച്ചെത്തിയിട്ട് നമ്മൾ നേരെ ഡിമാർട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എനിക്ക് കുറച്ച് കുട്ടി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ട് സ്പൂണ് വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ഡിമാർട്ടിൽ പോകാമെന്ന്. കുറേ നാളായി പോയിട്ടും. അങ്ങനെ സ്പൂണ് വാങ്ങി തുടങ്ങിയതാണ് ഞാൻ എന്തൊക്കെയോ വാങ്ങി കൺട്രോളില്ലാതെ. പിന്നെ നേരെ വരണ വഴിക്ക് ഫ്രൂട്ട് ഐസിൽ പോയിട്ട് ഒരു കിറ്റ്കാറ്റ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയസൂര്യ ചേട്ടൻ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും പൊരിച്ച മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊരിച്ച മീനൊക്കെ കഴിച്ചു. അതായിരുന്നു നമ്മുടെ ഡിന്നർ. സോ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്യൂട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള 5 ചീപ്പ് വെറും 89 റുപ്പീസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.